ശ്രദ്ധിക്കാം. ഹൈബ്രിഡൈസേഷൻ ഇൻവോൾവിംഗ് ഡി ഓർബിറ്റൽ. ഹൈബ്രിഡൈസേഷൻ ഇൻവോൾവിംഗ് ഡി ഓർബിറ്റൽസ്. ഡി ഓർബിറ്റൽസ് ഇൻവോൾവിംഗ് ആണ്. നമ്മൾ ഇതുവരെ പഠിച്ചത് sp2 sp3 ആണ്. ഇനി ഡി ഓർബിറ്റൽസ് അതും കൂടി ഇൻക്ലൂഡഡ് ആയിട്ടുള്ള ഹൈബ്രിഡൈസേഷൻ ആണ്. എക്സാമ്പിൾ PCl5 ഓർ PF5ന്റെ ഫോർമേഷനെ പറയാൻ പോകുന്നത്. ഫോർമേഷൻ ഓഫ് PF5 ആണ് പറയാൻ പോകുന്നത്. PF5 എങ്ങനെ ഉണ്ടാവും? ഫോസ്ഫറസിന്റെ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ ഓഫ് ഫോസ്ഫറസ് അറ്റ് ഗ്രൗണ്ട് സ്റ്റേറ്റിൽ ഫോസ്ഫറസിന്റെ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ എത്രയാണ്? അറ്റോമിക് നമ്പർ 15 അറിയാലോ. ഇപ്പോൾ 1s2 ഇതാണ് 1s2 2s2 2p എങ്ങനെ വരും? പിയിൽ അറേഞ്ച് ചെയ്യുമ്പോൾ നോക്കുക 2s2 കാണിക്കാം. പ്രകാരം 2s2 2p എത്രയാണ് വേണ്ടത്? 1 ഇങ്ങനെ ഫില്ല് ചെയ്യാൻ വേണ്ട. 1 2 3 4 5 6 ആണോ? എത്രയായി ഇതിൻ്റെ അകത്ത്? 6 + 2 എത്രയായി? 8 8 + 2 10 എത്രയും വേണം ഇനി? 5 അല്ലേ? 2p 6 3s2 എന്താണ്? 3s2 എത്രയായി? 12 ആയ? പറഞ്ഞോളൂ. 3p നോക്കുക 13 14 15 പ്രകാരമാണോ? ആണോ അല്ലയോ? 1 2 3 നോക്ക്. ഇനി നോക്ക് 2 6 2 8 2 എന്താണ്? 10 ഇത് എത്രയാണ്? 12 12 3 എത്രയും? 15 ശരിയാണോ? അപ്പോൾ PXൽ 3pXൽ 1 ഉണ്ട്, 3pYയിൽ 1 ഉണ്ട്, 3pZ 1 ഉണ്ട്. ഡൗട്ടില്ല. ഒന്നാമത്തെ ഷീൽ ഒരു സബ്ഷീൽഡ് S ആണ്. രണ്ടാമത്തെ മെയിൻ ഷീൽ 2 സബ്ഷീൽഡ് S ഉണ്ട് P ഉണ്ട്. മൂന്നാമത്തെ മെയിൻ ഷീൽ ആരൊക്കെ ഉണ്ട്? S ഉണ്ട് P ഉണ്ട് D ഉണ്ട്. അറിയാലോ. മൂന്നാമത്തിൽ ആരും ഉണ്ട്? D. പേര് 3D എന്നാ പേര് അല്ലേ? 3Dയിൽ എത്ര ഉണ്ടാവും? എത്ര ഓർബിറ്റൽസ് ഉണ്ടാവും? 5 ആണ് അല്ലേ? 5 എണ്ണം ഉണ്ടായിരിക്കും ഇതിൻ്റെ അകത്ത്. അപ്പോൾ 3Dയിൽ ഒരാളുടെ പേര് നമുക്ക് വേണമെങ്കിൽ പറയാം. നിങ്ങൾ പഠിപ്പിക്കാം. ഫസ്റ്റ് ചാപ്റ്റർ സെക്കൻഡ് ചാപ്റ്റർ ഉള്ളതാണ്. 3D ആണ്. 3D XY, 3D YZ, 3D XZ, 3D X² - Y², 3D Z². ഇതാണ് 3D Z². ഇത്രയും 5 ഓർബിറ്റൽസ് ആണ്. അതിന്റെ പേര് ബൈ ഹാർട്ട് ചെയ്ത് വിളിച്ചാൽ മതി. DXY, DYZ, DXZ, DX² - Y², DZ². ഇപ്പം എന്താണ് അതൊക്കെ ആ ചാപ്റ്റർ പഠിക്കുന്നത്, പഠിച്ചു കഴിഞ്ഞിട്ടുണ്ടാകണം. അപ്പോൾ ഇതാണ് നിങ്ങൾക്ക് ഓർബിറ്റൽസ്. 15 ഗ്രൗണ്ട് സ്റ്റേറ്റിൽ വല്ലൊരു ഡീൽ ഇരിക്കുന്നുണ്ടോ? ഫോസ്ഫറസിന് PF5 എത്ര ബോണ്ട് വേണം? എത്ര ഹാഫ് ഫിൽഡ് ഓർബിറ്റൽസ് വേണം? PF5 ആണ്. 5 വേണം. എത്രയുള്ളൂ ഹാഫ് ഫിൽഡ്? 3 ഹാഫ് ഫിൽഡ്. PF3 ഉണ്ടാക്കാം. PF5 ഉണ്ടാക്കാൻ പറ്റുമോ? PF5 ഫോർ ദ ഫോർമേഷൻ ഓഫ് മേക്കിംഗ് 5 ബോണ്ട്സ് വിത്ത് ഫ്ലൂറിൻ സെപ്പറേറ്റ് അല്ലേ ബോണ്ട് ഉണ്ടെങ്കിൽ ഫോസ്ഫറസ് നീഡ്സ് 5 ഹാഫ് ഫിൽഡ് ഓർബിറ്റൽസ്. ഇല്ല. അപ്പോൾ എന്ത് സംഭവിക്കും? ഇവിടുന്ന് ഈ S ഇട ഇലക്ട്രോൺ നിങ്ങൾ ജമ്പ് ചെയ്യും ഇതിലേക്ക്. നോക്കിയേ, ഇതിലേക്ക് ജമ്പ് ചെയ്ത് കഴിഞ്ഞാൽ എത്രയായി നോക്കിയേ. ഞാൻ ഇതൊന്നും എഴുതില്ല. 2 4 അന്ന് 10. ഇതിന് ഇതാരുടെ കോൺഫിഗറേഷൻ? ഇത്രയും വരെ ആരുടെയാണിത്? നിയോണിന്റെ കോൺഫിഗറേഷൻ. ഞാൻ നിയോൺ എഴുതാം. ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ വലുതൊക്കെ എഴുതുമ്പോൾ ഇത്ര എഴുതാണ് നിയോൺ എഴുതുക. അപ്പോൾ ഇത് ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ ഓഫ് ഫോസ്ഫറസ് അറ്റ് എന്താണ്? എക്സൈറ്റഡ് സ്റ്റേറ്റിലാണ്. എക്സൈറ്റഡ് സ്റ്റേറ്റിൽ വരുമ്പോൾ ഇത്ര നിയോൺ എഴുതി. 3sൽ എത്രയായി വന്നപ്പോൾ? 3sൽ എത്രയായി? 3s 1 ഒരെണ്ണേ ഉള്ളൂ. കാരണം ഒരെണ്ണം ജമ്പ് ചെയ്ത ഡിയിലേക്ക് ജമ്പ് ചെയ്തു പോയി. 3pൽ എത്രയുണ്ട്? 3 അല്ലേ? 3pൽ ഉണ്ട്. 3 ഉണ്ട്. 1 2 3. ഡിയിൽ എത്രയുണ്ട്? 1 2 3 4 അല്ലേ? ഒരെണ്ണം ജമ്പ്. ഇപ്പൊ നോക്കുക എത്രയായി നോക്കി. ഹാഫ് ഫീൽഡ് 1 2 3 4 5 ആയോ? ക്ലിയർ ആയില്ല. എന്തുകൊണ്ട് ജമ്പ് ചെയ്തെന്ന് മനസ്സിലായോ? മൂന്നാമത്തതിൽ നിങ്ങൾക്കറിയാം 3 സബ്ഷെല്ലുകൾ ഉണ്ടെന്ന് അറിയാം. S ഉണ്ട്, P ഉണ്ട്, D ഉണ്ട്. അതുകൊണ്ട് നിങ്ങൾ 3s കഴിഞ്ഞു, 3p വരച്ചു. 3p തന്നെ ആര് വരക്കാം? നിങ്ങൾക്ക് 3D വരക്കാം. കാരണം മൂന്നാമത്തിൽ 3 സബ്ഷെൽസ് ഉണ്ടെന്ന് നിങ്ങൾക്കറിയാം മൂന്നാമത്തതിൽ. അപ്പൊ ഇങ്ങനെ വരച്ചപ്പോൾ 3s എന്നാണ് ഇലക്ട്രോൺ പെയർ ചെയ്തിരിക്കുന്നതാണ് ഇലക്ട്രോൺ. അവന്റെ തന്നെ ബിലോങ്ങിങ് ടു ദ സെയിം മെയിൻ ഷെൽ അല്ലേ? 3 4ലേക്ക് ചാടിയോ?
3s 3p 3d മൂന്ന് എന്തിലാണ് ഒരു മെൻഷൻ 3-ലല്ലേ ഇരിക്കുന്നത് ആണ്. അപ്പോൾ അങ്ങനെ ജമ്പ് ചെയ്തു കഴിഞ്ഞാൽ ഞാൻ പറഞ്ഞു അപ്പോൾ എന്താ സൂൺ ആഫ്റ്റർ എന്തായിക്കോളും എന്ത് പെട്ടെന്ന് നടക്കും ഇന്റർമിക്സിങ് നടക്കും ഇവർ തമ്മിൽ അല്ലേ. ഇന്റർമിക്സ് ചെയ്തിട്ട് ഈ എസും 3pയും ഒരു ഡിയും തമ്മിൽ എന്ത് ഹൈബ്രിഡൈസേഷൻ നടക്കും. എത്ര പി ഉണ്ട് 3p എത്ര ഡി ഒരു ഡി അതാണ് sp3d എന്താണ് ഹൈബ്രിഡൈസേഷൻ. എന്താണ് എന്താ ഹൈബ്രിഡൈസേഷൻ വിളിക്കുന്നത് sp3 ഒരു s 3p കാണുന്നുണ്ടോ ഒരു d എത്രയായി sp3d ഹൈബ്രിഡൈസേഷൻ. ക്ലിയർ ആണോ? ഡൗട്ട് ഉണ്ടോ? ഡി എവിടെ നിന്ന് വന്നു മനസ്സിലായോ? ഡി അവിടെ തന്നെ ഉണ്ട് മൂന്നാമത്തെ മെൻഷനിൽ ഒരു ഡി ഉണ്ട്. അല്ല ഇലക്ട്രോൺ വരച്ചില്ലെന്ന് മാത്രമേ ഉള്ളൂ, കാരണം ഫില്ല് ചെയ്യേണ്ട ആവശ്യമില്ല. പക്ഷേ PFI ഉണ്ടാവണമെങ്കിൽ എന്താണ് 5 ഹാഫ് ഫീൽഡ് വേണം. PFI ഉണ്ടാവണമെങ്കിൽ 5 വേണം. ഇങ്ങനെ വരയ്ക്കുമ്പോൾ മൂന്ന് ബോണ്ട് ഉണ്ടാക്കുള്ളൂ അല്ലേ. നമുക്ക് ഫോസ്ഫറസിനോടൊപ്പം PCl5 PF5 ആയി കഴിഞ്ഞാൽ എത്ര ബോണ്ട് ഉണ്ട്? 5 ബോണ്ട് ഉണ്ട്. 5 ഹാഫ് ഫീൽഡ് വേണം. ക്ലിയർ ആയോ? ഈ ഇതിലിപ്പോൾ 5 അവൈലബിൾ അല്ലേ? 5 കിട്ടിയല്ലോ. പക്ഷെ ഇവർ നമ്മൾ എന്ത് ചെയ്യും? അപ്പോൾ ജമ്പിങ് നടന്നാൽ എന്ത് സംഭവിക്കും? ഇന്റർമിക്സ് ചെയ്തിട്ട് ഇക്വാലന്റ് എനർജി. എന്താണ് ഹൈബ്രിഡ് ഓർബിറ്റിനെ കാണിക്കുന്നത്? എന്താണ് ഇതാണ് ഹൈബ്രിഡ്. ഇതാണ് ഒരു വലുതും ഒരു ചെറുതുമാണ് ഹൈബ്രിഡ്. 5 കാണിക്കും നിങ്ങൾ. എത്ര ഹൈബ്രിഡ് ഓർബിറ്റൽസ് ഉണ്ടാവും? എത്ര അറ്റോമിക് ഓർബിറ്റിൽ പങ്കെടുക്കുന്നുണ്ട് ഇവിടെ? ഒരു എസും 3pയും ഒരു ഡിയും. എത്ര ടോട്ടൽ എത്ര? 1 + 3 + 1 എത്രയാണ്? 5 അല്ലേ. ഒരു എസ് 3p പങ്കെടുക്കുന്നുണ്ട്, ഒരു ഡി. എത്ര അറ്റോമിക് ഓർബിറ്റ് പങ്കെടുക്കുന്നുണ്ട്? 5. അപ്പൊ എത്ര ഹൈബ്രിഡ് ഓർബിറ്റൽസ് ഉണ്ടാവും? 5ന്റെ 5 എന്ന് എഴുതണോ F5 എന്ന് എഴുതണോ? ഇങ്ങനെ എഴുതണ്ട. F5e 5 sp3d ഹൈബ്രിഡ് ഓർബിറ്റൽസ്. ഇതാണ് 5 sp3d. 5 ഉണ്ടാക്കും. എത്ര അറ്റോമിക് ഓർബിറ്റൽ ഉണ്ടാവും? ദാറ്റ് മച്ച് ഹൈബ്രിഡ് ഓർബിറ്റൽസ് വിൽ ബി ജനറേറ്റഡ്. അത്ര ഉണ്ടായിരിക്കും. ആസ് എ റിസൾട്ട് പറഞ്ഞോളൂ 5 എങ്ങനെ വരയ്ക്കും? വെരി ഡിഫിക്കൽട്ട് ഫോർ മീ. മേ ബി നിങ്ങൾക്ക് ഈസി ആയിരിക്കും 5 വരയ്ക്കാൻ. ഞാൻ വരച്ചു നോക്കട്ടെ. 1 അല്ലേ വേണ്ട, ഞാൻ വരക്കുന്നത് ശ്രദ്ധിച്ചു നോക്കിക്കോളൂ. 5 വേണ്ടത്. ഞാൻ ജോമെട്രി ട്രയാഗണൽ നോക്കട്ടെ. 1 2 കുഴപ്പമില്ലല്ലോ. ഈ ആയിട്ട് വരക്കണം കേട്ടോ. ഇതിൽ ഉണ്ടായിട്ടോ 3. നേരത്തെ sp2 വരച്ചില്ലേ, അത് മാതിരി ആയില്ലേ. എങ്ങനെ വരച്ചു? 1 ഇതാണ് 1 2 പ്ലെയിൻ അല്ലേ? പ്ലെയിൻ ആണല്ലോ. ഒരു പേപ്പർ വെച്ചാൽ 3 ടച്ച് ചെയ്യൂലേ? പ്ലെയിൻ ആയി. ഈ 4 വരക്കാൻ പോണത് പ്ലെയിൻ ആണോ? ഈ പേപ്പർ വെച്ചാൽ ഇപ്പൊ ടച്ച് ചെയ്യോ? അല്ല, 3D ആയി. ഇപ്പോ ഏതാ ഷേപ്പ് പറ. ഇപ്പൊ എത്ര ബോണ്ടായി നോക്കി. ഇത് വരച്ച 5 ഉണ്ടായി. ഇത് വരച്ചെടുക്കണം, അത്രയേ ഉള്ളൂ. ഐഡിയ ആലോചിച്ച് നോക്കും നിങ്ങൾ. ഇപ്പൊ 1 2 3 നടുക്കാരായിരിക്കുന്നത് ഫോസ്ഫറസ് ബോണ്ട. ഇത് നോക്കിയാൽ 1 2 3 4 ആയി. ഒരെണ്ണം എന്ത് ചെയ്യാം? 5 ആയോ? പിരമിഡ് മേലൊക്കെ ഒരു ടൈപ്പ് ആയില്ലേ പിരമിഡ്, താഴേക്ക് പിരമിഡ് മാതിരി ആയില്ലേ? ക്ലിയർ ആയോ? ഡൗട്ടില്ലല്ലോ. എങ്ങനെ വരയ്ക്കും ഞാൻ? ഈ 3 വരച്ചു. ഇവ തമ്മിൽ ആംഗിൾ എത്ര? ഇവ തമ്മിൽ ആംഗിൾ 120 120 120. ഇവ തമ്മിലുള്ള ആംഗിൾ എന്താണ്? ഇത് വളഞ്ഞു പോകണ്ട. എത്രയാണ് ഇത്? നോക്ക്, ഇത് കയ്യിൽ നിന്ന് വളഞ്ഞു പോയതാണ്. ഞാൻ ആദ്യം പ്ലെയിനാ വെച്ചത്. നോക്ക്, ഇത് തമ്മിൽ 120 ആംഗിളാണ്. ഇത് വളഞ്ഞു പോകുന്നതാണ്. ഇവൻ തമ്മിൽ എന്താ കാണുന്നത്? 90 അല്ലേ? ഇവരൊക്കെ ആംഗിൾ മനസ്സിലായോ? ഇത് 2 തരത്തിൽ ആംഗിൾ ഉണ്ടെന്ന് മനസ്സിലാക്കണം. ഏതൊക്കെയാണ്? ഇവര് ഈ പ്ലെയിനുള്ളവർ പരസ്പരം 120 120 എന്ന് മനസ്സിലാക്കണം. ഈ ഹൈബ്രിഡൈസേഷനിൽ അപ്പൊ ഈ ഹൈബ്രിഡൈസേഷൻ 2 തരത്തിൽ ആംഗിൾ ഉണ്ട്. 120 ആംഗിൾ ഉണ്ട്, പിന്നെന്താണ്? ഓക്കെ, ഇനി നമ്മൾ ഈ 3 വിളിക്കുന്ന പേരിടാം നമുക്ക് എളുപ്പത്തിൽ. ഇങ്ങനെ ബോണ്ട് PFIയിൽ ബോണ്ട് ഫോം ചെയ്യുന്നത് ഇങ്ങനെയുള്ള ഒരു പ്ലെയിനുള്ളവനെ എന്ത് വിളിക്കുന്നു? ഇക്വിറ്റോറിയൽ പ്ലെയിൻ എന്നൊക്കെ വിളിക്കില്ല നമ്മൾ. എന്താണ് ഇക്വിറ്റോറിയൽ പ്ലെയിൻ എന്ന് വിളിക്കുന്നത്? ഇക്വിറ്റോറിയൽ ബോണ്ട് എന്ന് വിളിക്കുന്നത്. ഇക്വിറ്റോറിയൽ ബോണ്ട് ഏതാണ്? ഒരു പ്ലെയിനുള്ളത് ഇക്വിറ്റോറിയൽ ബോണ്ട്. ഇതൊരു ആക്സിസ് ആണോ? അത് ആക്സിസ് അല്ലേ? അതുകൊണ്ട് ഇതിനെന്ത് വിളിക്കുന്നു? ആക്സിയൽ ബോണ്ട്. അപ്പോൾ P5 എത്ര ആക്സിയൽ ബോണ്ട് ഉണ്ട്? നടുക്ക് ഫോസ്ഫറസ്, മേലേക്ക് ഒരു ആക്സിയൽ ബോണ്ട്, 2 ആക്സിയൽ ബോണ്ട് അല്ല ആക്സിസിലുള്ളത്. ഇതാ 3 എന്താണ്? ഇക്വിറ്റോറിയൽ ബോണ്ട്. എന്താണ്? 3 ഇക്വിറ്റോറിയൽ ബോണ്ടും 2 ലോബും വേണേൽ പറയാം. ഹൈബ്രിഡൈസേഷനിൽ പറയാം. ഒരു sp3d
ഒരു എന്താ 3 sp3d എന്താണ് ഹൈബ്രിഡ് ഓർബിറ്റൽസ് ഇക്വിറ്റോറിയലാണ്. 2 sp2 ഹൈബ്രിഡ് sp3d അല്ലേ, sp3d രണ്ടെണ്ണം ഇതാണ് ഇക്വിറ്റോറിയൽ ഡയറക്ഷൻ, ആക്സിയൽ ഡയറക്ഷനാണ്. ഇതാണ് ആക്സിയൽ ഡയറക്ഷനാണ്. ക്ലിയർ ആണോ? നോക്കുക. അപ്പോൾ എനിക്ക് വരയ്ക്കേണ്ടത് പ്ലെയിൻ ആണെന്ന് മനസ്സിലാക്കുക. ഇവർ തമ്മിലുള്ള ആംഗിൾ 120 ഡിഗ്രിയാണ് അല്ലേ പരസ്പരം. എനിക്ക് വരയ്ക്കേണ്ടത് ഒന്ന് ഇങ്ങനെയാണ് വരയ്ക്കേണ്ടത്. ഇവിടെ വരയ്ക്കാൻ പറ്റുമോ? ഒരെണ്ണം ബാക്കിലൊക്കെ വരയ്ക്കേണ്ടത് പറ്റില്ല. അതുകൊണ്ട് ഞാൻ ഇപ്രകാരം വെച്ചോട്ടെ. 1 അത് ചെറുത് വേണ്ടേ ലോബ്. പിന്നെ ഒരെണ്ണം വരയ്ക്കുമ്പോൾ സൈഡിൽ എവിടെയും കൂടി കൊടുത്തിട്ട് ഞാൻ ഇവിടെ തന്നെ കൊടുത്തിട്ടുണ്ടായിരിക്കുള്ളൂ. ചെറിയ മുമ്പിൽ നോക്കണം, 5 ഉണ്ടാകുന്ന നോക്കണം. മനസ്സിലായില്ലേ? ഇത് നോക്കിയേ, ഇവർ തമ്മിലുള്ള ആംഗിൾ എത്രയാണ്? ഇവർ തമ്മിലുള്ള ആംഗിൾ എത്രയാണ്? ഇതാണ് 90 ഡിഗ്രി. എന്നാ മേലെയും താഴെയുള്ളവർ അല്ലേ? ഇതൊരു sp3 എന്താണ് d ആണ്. ഇതൊരു sp3 d ആണ്. ഇതൊരു sp3 d ആണ്. ഇതൊരു sp3 d ആണ്. ഇതൊരു sp3 d ആണ്. ഡൗട്ട് ഉണ്ടോ? ഇല്ല. അപ്പൊ ഇവരുടെ ജോമെട്രി എന്ന് പറയുന്നത് നമ്മളിങ്ങനെ ട്രയാങ്കിൾ ഫോം ചെയ്ത് നോക്കി നിങ്ങൾ. ഇതൊരു പ്ലെയിനുള്ളതാണ്. ഇതാണ് ഒരു പ്ലെയിൻ അല്ലേ? പിന്നെന്ത് ചെയ്യാം? ഈ 3 ഇതിന്ന് വരയ്ക്കാം. നോക്കാം ജോമെട്രി ഏതായിരിക്കും ഇതിന്റെ അകത്ത്. പറ നിങ്ങൾ. ഇത് പറഞ്ഞ പിരമിഡ് നേരെ പറഞ്ഞില്ലേ? ട്രയഗണൽ പിരമിഡൽ അല്ലേ? എത്ര പിരമിഡ് ഉണ്ട്? മേലേക്ക് താഴേക്കല്ലേ? എന്താണ്? ബൈപിരമിഡൽ ഷേപ്പ് പറയുമ്പോൾ ട്രയഗണൽ ബൈപിരമിഡൽ ഷേപ്പാണ്. ട്രയഗണൽ ബൈപിരമിഡൽ എന്താണ്? ബൈപിരമിഡൽ ഷേപ്പാണ്. എന്താ പറയാൻ കാരണം? എന്താ പറയുന്നത്? ഇവിടുന്ന് കേട്ടാ ആദ്യം ഇക്വിറ്റോറിയൽ ഡയറക്ഷനിലാണ് പറയുന്നത്. 3 ലോബ് sp3d ഒരെണ്ണം ആക്സൽ മേലേക്കൊന്ന് അല്ലേ? ഇത് ഒരു ട്രയാങ്കുലർ പിരമിഡായോ? താഴേക്ക് വന്നപ്പോൾ ഒരു പിരമിഡായോ? എത്ര പിരമിഡ് ഉണ്ട്? ബൈപിരമിഡലാണ്. എന്താണ് ഷേപ്പ്? ഇത് ബേസ് ട്രയാങ്കിൾ പിരമിഡ് മേലേക്കും താഴേക്കും. അതുകൊണ്ട് എന്ത് വിളിക്കാം? ട്രയഗണൽ ബൈപിരമിഡൽ ഷേപ്പാണ്. ആർക്ക്? sp3d ഹൈബ്രിഡൈസേഷൻ. 2 തരത്തിലുള്ള ആംഗിളുകളാണുള്ളത്. 90 ഡിഗ്രിയും 120 ഡിഗ്രിയുമാണ്. ആക്സിയൽ ബോണ്ടും എന്താണ് ആക്സിയൽ ഡയറക്ഷനും ഈ പറയുന്ന ആക്സിയൽ ഡയറക്ഷനും ഇക്വിറ്റോറിയൽ ഡയറക്ഷനും തമ്മിൽ എന്താണ് 90 ഡിഗ്രിയാണ്. ഇക്വിറ്റോറിയൽ തമ്മിൽ പരസ്പരം എന്താണ് 120 ആണ്. ഡൗട്ട് ഉണ്ടോ? ഇല്ല. അപ്പോൾ ഇക്വിറ്റോറിയൽ ബോണ്ട് PCl ഫൈൻ്റെ സ്ട്രക്ചർ വരയ്ക്കുകയാണെങ്കിൽ സ്ട്രക്ചർ ഫോസ്ഫറസ് PF5 ആണ്. PF5 കണ്ടോ? ഒരു ഫ്ലോറിൻ അല്ലെ? PF5. ഇത് 3 എന്താണ്? ഇക്വിറ്റോറിയൽ ബോണ്ട് അല്ലേ? 3 ഇക്വിറ്റോറിയൽ ബോണ്ട്. ഒരെണ്ണം എബോവ് F കണ്ടോ? മേലേക്ക് നമ്മൾ ജോമെട്രി എപ്പോഴും വരയ്ക്കുമ്പോൾ ബ്രോക്കൺ ലൈൻസ് ഇട്ട് വരയ്ക്കണം കേട്ടോ. എങ്ങനെ നോക്കിയേ? ഇതാണ് നോക്കേണ്ടത്. അപ്പോൾ ഇവർ തമ്മിലുള്ള ആംഗിൾ എത്രയാണ്? 120 ഡിഗ്രി. ഈ പറയുന്ന ആക്സിയൽ ബോണ്ട്, ഇത് ആക്സിയൽ ബോണ്ടാണ്, ഇത് ആക്സിയൽ ബോണ്ടാണ് അല്ലേ? ആക്സിയൽ. ഇതെന്താണ്? ഇക്വിറ്റോറിയൽ. ഇതെന്താണിത്? ആക്സിയൽ. A ഫോർ ആക്സിയൽ, E ഫോർ ഇക്വിറ്റോറിയൽ അല്ലേ? വരുമ്പോൾ ജോമെട്രി വരയ്ക്കുമ്പോൾ എന്ത് ചെയ്താൽ മതി? നിങ്ങൾ താഴേക്ക് ഈ പറയുന്ന ബേസ് കണ്ട ട്രയാങ്കിൾ ബേസിൽ നിന്ന് 3 ഫ്ലോറിൽ നിന്നും താഴേക്ക് എന്ത് ചെയ്യാം? ജോയിൻ ചെയ്യാം. സ്കെയിൽ ഇട്ടിട്ട് ചെയ്യാം കേട്ടോ. നോക്കിയേ ആയോ? ഒരു പിരമിഡ് താഴേക്ക് പിരമിഡ് ഇട്ടോ. ട്രയാങ്കുലാർ പിരമിഡാ. മേലേക്കുള്ള ഫ്ലോറിലേക്ക് വരയ്ക്കാം ഈ ബേസിൽ നിന്ന്. ബ്രോക്കൺ ലൈൻ ഇട്ടിട്ട് വേണം എല്ലായ്പ്പോഴും ജോമെട്രി വരയ്ക്കേണ്ടത്. ഫോളോ ചെയ്യുക ഇൻസ്ട്രക്ഷൻ. ട്രയഗണൽ 2 ട്രയഗണൽ പിരമിഡ് ഉണ്ട്. അതുകൊണ്ട് ട്രയഗണൽ ബൈപിരമിഡൽ ഷേപ്പ് ജോമെട്രിയാണ്. 2 ആംഗിളാണ് sp3d ഉള്ളത്. ഒരു 120 ആണ് ഇക്വിറ്റോറിയൽ ആംഗിൾ 120. ആക്സിയൽ ഇക്വിറ്റോറിയൽ ആംഗിൾ എന്താണ്? 90 ഡിഗ്രിയാണ്. ഇത് രണ്ടും മറന്നു പോകരുത്. സോ PCl5 കൂടാണ്ട് തന്നെ ഈ PCl5 അല്ലെങ്കിൽ PF5 ആണെങ്കിൽ മെയിൻ PCl ക്ലോറിൻ്റെ സൈസ് കൂടുതലാണ്. PCl5 പറയാറ്, PF5 പറയല്ല. ഫ്ലൂറിനേക്കാൾ സൈസ് കൂടുതലാണ് ക്ലോറിൻ. PCl5 ആണെങ്കിൽ ഇവിടെ ക്ലോറിൻ നിൽക്കും, ഇവിടെ ക്ലോറിൻ നിൽക്കും, ഇവിടെ ക്ലോറിൻ നിൽക്കും. 3 ക്ലോറിൻ്റെയും കൂടി വലിപ്പം കൊണ്ട് മേലത്തെ ക്ലോറിന് താഴേക്ക് അത്ര അടുത്തിരിക്കാൻ പറ്റില്ല. ഡ്യൂ ടു ദ സൈസ് ഓഫ് ക്ലോറിൻ ആറ്റം which is located at the 3 equatorial axis will make a hindrance for the occupants of axial
ക്ലോറിൻ ആറ്റംസ്. ക്ലോറിൻ ആറ്റത്തിലുള്ളവരുടെ ഒക്യുപ്പൻസിന് ഒരു ഹിൻഡ്രൻസ് ക്രിയേറ്റ് ചെയ്യും, തിക്കും തിരക്കും ഉണ്ടാക്കുന്നു. ഹിൻഡ്രൻസ്, സ്റ്റെറിക് ഹിൻഡ്രൻസ്. എന്താണ് ഒരു തിക്കും തിരക്കും ഉണ്ടാക്കുന്നത്? സ്റ്റെറിക് ഹിൻഡ്രൻസ് ക്രിയേറ്റ് ചെയ്യും. ആരാണ്? ക്ലോറിൻ അറ്റ് ദ ഇക്വറ്റോറിയൽ. 3 ക്ലോറിൻ ആറ്റം, ബിക്കോസ് ദ സൈസ് ഓഫ് ക്ലോറിൻ ആറ്റം ഈസ് മച്ച് ഹൈ. അതുകൊണ്ട് ഈ പറയുന്ന ഫ്ലൂറിൽ ഇവിടെ ഇരിക്കുന്ന ക്ലോറിൻ ആറ്റത്തിനും താഴെ ഇരിക്കുന്ന ക്ലോറിൻ ആറ്റത്തിനും തൊട്ടടുത്തേക്ക് ക്ലോസ് ആയിട്ട് പാക്ക് ചെയ്യാൻ പറ്റില്ല, ബോണ്ട് ഫോം ചെയ്യാൻ പറ്റില്ല. അവരുടെ ബോണ്ട് ലെങ്ത് കൂടുതലായിരിക്കുള്ളൂ. അതുകൊണ്ട് ഈ ബോണ്ടിൽ പെട്ടെന്ന് ഹീറ്റ് ചെയ്ത PCl5 ഹീറ്റ് ചെയ്ത് കഴിഞ്ഞാൽ PCl5 എന്തായി മാറും? PCl5 വെൻ ഹീറ്റഡ് PCl3 + Cl2 ആയിട്ട് മാറും. Cl2 ബിക്കോസ് ആക്സിയൽ ബോണ്ടിന്റെ ലെങ്ത് ഓഫ് ദ ആക്സിയൽ ബോണ്ട് ഈസ് മച്ച് എന്താണ് ഹിയർ ദാൻ ദ ഇക്വറ്റോറിയൽ ബോണ്ട്. ആസ് എ റിസൾട്ട്, ബിക്കോസ് എങ്ങനെ നീട്ടം കൂടാൻ കാരണം എന്താണ്? Due to the steric hindrance offered by the chlorine atoms at the equatorial position. At the equatorial positions. Clear ആണോ? അതൊക്കെ ഒരു ഇൻഡയറക്റ്റ് ക്വസ്റ്റ്യൻസ് ആണ്, ടെക്സ്റ്റിൽ കാണണമെന്നില്ല. ഫ്ലൂറിന്റെ കേസ് പറയാല്ല, ക്ലോറിൻ സൈസ് കൂടുതലായതുകൊണ്ടാണ് പറയുന്നത്. PCl5 കേസിലാണ് കൂടുതലും പറയുന്നത്. മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. ഇങ്ങനെയുള്ളതാണ് ഹൈബ്രിഡൈസേഷൻ ഇൻവോൾവ് sp3d ഹൈബ്രിഡൈസേഷനിൽ ഒരു എക്സാമ്പിൾ. sp3d എത്ര ഉണ്ട്? ഒരു s, 3 p, ഒരു d. 5 atomic orbitals are intermixed so that 5 hybrid orbitals are generated. ഇതിന്റെ പേര് പറയുന്നു ഓരോ ലോബും sp3d, 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 sp3d എല്ലാം sp3d. അല്ലാണ്ട് ഇത് മൊത്തം ഒറ്റ സ്ട്രക്ചറാണ് sp3d അല്ല. എല്ലാ 5 എണ്ണം ഇതിന്റെ അകത്ത് കാണുന്നുണ്ട്. അപ്പോൾ ആദ്യം വരയ്ക്കുമ്പോൾ ശ്രദ്ധിക്കാം, 3 എണ്ണം നിങ്ങൾ ട്രയാങ്കുലർ ഷേപ്പിൽ വരയ്ക്കാൻ നോക്കുക. നിങ്ങൾ വരയ്ക്കുമ്പോൾ പിന്നെ എബവ് ദ പ്ലെയിൻ, ബിലോ ദ പ്ലെയിൻ ഇത്ര വരയ്ക്കണം. വരയ്ക്കുന്ന രീതി തന്നെ നിങ്ങൾ ശ്രദ്ധിക്കുക. ആദ്യം ട്രയാങ്കിൾ ബേസ് ഉണ്ടാക്കുക 120 120 വെച്ചിട്ട്, പിന്നെ മേലേക്ക് താഴേക്ക് വരയ്ക്കുക. ഡൗട്ട് ഉണ്ടോ? നിങ്ങൾക്ക് ടെക്സ്റ്റ് ബുക്കിൽ നിങ്ങളൊന്നും ഫോളോ ചെയ്യണം നിർബന്ധം ഞാൻ പറയുന്നില്ല. ഒരു വലുത് വരച്ചാൽ ഒരു ചെറുത് മുമ്പ് വരക്കാം നമുക്ക്. അതാണ് ഒരു ഹൈബ്രിഡ്. ഇങ്ങനെ ഒരെണ്ണം വരച്ചു കഴിഞ്ഞാൽ ഇങ്ങനെ വരക്കാം അല്ലേ? ഇങ്ങനെ വരച്ചാൽ ഇങ്ങനെ വരക്കാം, ഇങ്ങനെ വരച്ചാൽ ഇങ്ങനെ വരക്കാം, ഇങ്ങനെ വരച്ചാൽ ഇങ്ങനെ വരക്കാം. കേട്ടോ, ഒക്കെ സ്വയം വരക്കാൻ പഠിക്കുക. അതായിട്ട് ആ റൂൾ എങ്ങാണ്ട് നിങ്ങൾ ആലോചിക്കുക. നിങ്ങൾ ഇതാണ് ഹൈബ്രിഡ് ഓർബിറ്റൽസ് എന്നുള്ള കാര്യങ്ങൾ ക്ലിയർ ആയെന്ന് വിചാരിക്കുന്നു.